എന്തായാലും ആഗോള ആഭ്യന്തര വിപണികളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് പതിവ് പോലെ പ്രദീപ് സർ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. Good morning, Priya, and good morning, viewers. സർ, US വിപണിയിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു സെഷനിൽ നാസ്ഡാക്കിനെ സംബന്ധിച്ച് 1% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഡൗ ജോൺസ് 0.18% നഷ്ടവും S&P 500 0.65% ഒരു ഇടിവുമാണ് പ്രകടമാക്കിയിരുന്നത്. എങ്കിൽ പോലും US വിപണിയുടെ ഒരു അണ്ടർടോൺ നോക്കുന്ന സമയത്ത് ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു എന്ന് സർ പലതവണ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. US വിപണിയെ സംബന്ധിച്ച് ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? So, Priya, വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സ് പർട്ടിക്കുലർലി ഒത്തിരി പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ എനിക്ക് തോന്നുന്നില്ല നാസ്ഡാക്ക് ഇൻഡെക്സിൽ അല്ലെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഹെവി വെയ്റ്റ്സിൽ ഒന്നും തന്നെ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 17,800 ആയിരിക്കണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇത്രയും ശക്തമായിട്ടൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു അല്പം വീക്ക്നെസ് നേരിടുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 35,550. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ക്രൂഡിനെ സംബന്ധിച്ചും ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഡെറിവേറ്റീവ്സിൽ നിലവിൽ 0.84% ഒരു ഇടിവിൽ ബാരലിന് $81.39 എന്നൊരു നിലവാരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഇതിന്റെ കേസിൽ നമ്മൾ WTI ക്രൂഡ് നോക്കുമ്പോഴേക്കും ഈ $80 റെസിസ്റ്റൻസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. ഡിസൈസീവ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവൽ ക്രൂഡിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്റ്റോപ്പ് ലോസ് $77 ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ ഒരു നിലവിലുള്ള ബുള്ളിഷ് സെറ്റപ്പ് തിരിച്ച് ഒരു ന്യൂട്രൽ സോണിലോട്ട് പോകും. പുതിയൊരു ലോങ് പൊസിഷൻ WTI ക്രൂഡിൽ എടുക്കണമെങ്കിൽ $81 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗോൾഡിനെ സംബന്ധിച്ചിപ്പോൾ അതിന്റെ ഒരു പീക്ക് ലെവലിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ സാധിക്കും. നിലവിലും ഇപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലും ഒരു നല്ലൊരു മുന്നേറ്റം ഗോൾഡിൽ പ്രകടമായിരുന്നു. നിലവിൽ ഔൺസിന് 2178 എന്ന റേഞ്ചിലാണ് ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സ്വർണം ചരിത്രത്തിൽ ആദ്യമായിട്ട് $2,200 പെർ ട്രോയ് ഔൺസ് എന്നുള്ള ഒരു റെക്കോർഡ് ലെവൽ വെള്ളിയാഴ്ച കാഴ്ചവെച്ചിരുന്നു. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $2,040. ആഭ്യന്തര വിപണിയിലേക്ക് വരുന്ന സമയത്ത് വ്യാഴാഴ്ചത്തെ സെഷനിൽ നമ്മുടെ വിപണിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 22,505 എന്നൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 22,525 എന്നൊരു ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. 22,400 എന്നൊരു ലെവൽ കൈവിടാണ്ട് തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയതും. അവസാന നിമിഷങ്ങളിൽ 22,493 എന്ന റേഞ്ചിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? 50യുടെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് അമേരിക്കൻ വിപണിയിൽ നമ്മൾ കണ്ട ഒരു കറക്ഷൻ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് മൈ എക്സ്പെക്ടേഷൻ ഇന്ന് നിഫ്റ്റി 50യിലും നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 22,400 തന്നെ. ഇന്ന് നിഫ്റ്റി 50യിൽ അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കുമെന്ന്. ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും 129 പോയിന്റിന്റെ ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. 48,035 എന്നൊരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം ആരംഭിച്ചെങ്കിൽ പോലും 47,747 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ 47,830
5 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മിക്ക ബാങ്കിംഗ് ഓഹരികളും ഒരു ഇടിവിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ആക്സിസ് ബാങ്ക് ഒക്കെ തന്നെ കനത്ത ഒരു ഇടിവ് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് 48,000 പോയിന്റിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് എത്തിയപ്പോഴേക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് തിരിച്ചൊരു ശക്തമായ ഒരു ബുള്ളിഷ് എൻട്രി ലഭിക്കണമെങ്കിൽ 42,200 പോയിന്റ് 48,200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 47,100 പോയിന്റ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ച് തന്നെ ആദ്യം ചോദിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഓഹരികളെല്ലാം തന്നെ കഴിഞ്ഞൊരു സെഷനിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും ടാറ്റ പവർ ആണെങ്കിലും ടാറ്റ സ്റ്റീൽ ആണെങ്കിലും ടാറ്റ കൺസ്യൂമർ ഒക്കെ തന്നെ ഒരു നല്ലൊരു നേട്ടത്തിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ടാറ്റ കെമിക്കൽസും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സ്റ്റോക്ക് തന്നെയായിരുന്നു. ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ചും 11% നേട്ടം രേഖപ്പെടുത്തി. ടാറ്റ പവർ 9% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടാറ്റ മോട്ടോഴ്സ് 2%-ലധികം നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മെയിൻ ആയിട്ടും ടാറ്റ സൺസും കൂടി വിപണിയിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിലും പ്രത്യേകിച്ചും കൂടുതൽ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? നമുക്ക് ഇപ്പോൾ ഒരു ഏതെങ്കിലും ടാറ്റ സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? മെയിൻ ആയിട്ടുള്ള ഏത് ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും, അതായത് ഇപ്പോ ടാറ്റ മോട്ടോർ, ടാറ്റ കെമിക്കൽ, ടാറ്റ പവർ, ഇതിലൊന്നും തന്നെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒത്തിരി നേട്ടം നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകൾ നൽകിയിരിക്കുന്ന സ്റ്റോക്സിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അത് സ്പെഷ്യലായിട്ട് എടുത്തു പറയാനുള്ളത് ടാറ്റ കെമിക്കൽ, അതുപോലെ തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ. ഒരേ ഒരു 2 ടാറ്റ സ്റ്റോക്സിലെ എനിക്ക് ഒരു ലോ റിസ്ക് ആയിട്ട് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുള്ളൂ. ഒന്ന് വന്നിട്ട് ടൈറ്റന്റെ കേസിലും, രണ്ടാമത്തത് വന്ന് ടാറ്റ ടെക്നോളജി. ആൻഡ് വൺ മോർ ടാറ്റ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് വെക്കാവുന്നത് ഇറ്റ് ഇസ് ടാറ്റ ഇലക്സി. അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിനെ കൂടി ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അദാനി സ്റ്റോക്കുകളുടെ ഒരു പ്രകടനം കഴിഞ്ഞ ദിവസം വിലയിരുത്തുന്ന സമയത്ത് ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു കഴിഞ്ഞ സെഷനിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അദാനി എന്റർപ്രൈസ് ഒരു ഇടിവിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. അദാനി പവറിലും 1%-ലധികം നഷ്ടം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ACC, അദാനി എനർജി എന്നിവയും ഒരു ഫ്ലാറ്റ് നോട്ടിൽ, ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. മറ്റ് അദാനി സ്റ്റോക്കുകൾക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള സാറിന്റെ വ്യൂ എന്താണ്? ഇപ്പോൾ അദാനി സ്റ്റോക്കുകളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻസ് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അദാനി സ്റ്റോക്സിന്റെ സൈഡ് വേസ് ട്രെൻഡ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആൻഡ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നേരിയൊരു സെല്ലിംഗും കണ്ടിരുന്നു. സോ എനിക്ക് തോന്നുന്നില്ല ഇന്ന്, അൺലെസ് നിഫ്റ്റി 50 സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഡേയിൽ ഒരു ശക്തമായിട്ട് ഒരു റിക്കവറി നടത്തിയില്ലെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല ഇന്ന് അദാനി സ്റ്റോക്സിൽ നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കുമെന്ന്. അദാനി എൻറ്റയർ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇസ് അദാനി വിൽമ. കാര്യം ദിസ് ഇസ് ഐ തിങ്ക് എ ടേൺ അറൗണ്ട് സ്റ്റോക്ക്. ആൻഡ് അദാനി വിൽമറിൽ നമുക്ക് ആ ഒരു ടേൺ റൗണ്ട് കൺഫർമേഷൻ ഇന്ന് ലഭിക്കണമെങ്കിൽ 370 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം ഹെവി വെയ്റ്റ്സിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു നിഫ്റ്റിയിൽ റിലയൻസിനെ സംബന്ധിച്ചൊരു ഇടിവോട് കൂടിയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റിലയൻസ് ഒരു നേരിയ നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. റിലയൻസിനെ സംബന്ധിച്ച ഒരു ലോങ് ടേം വ്യൂ എന്താണ്? Reliance's long and short term view is very much bullish. ബട്ട് റിലയൻസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഡെഫിനറ്റ്ലി ഒരു മൊമെന്റം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2,940 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് റിലയൻസിന്റെ കേസിൽ ഒരു കറക്ഷൻ പ്രിപ്പയർഡ് ആയിരിക്കണം.
അപ്പം ആർ വി എല്ലിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആർ വി എല്ലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു സെഷൻ ഫ്ലാറ്റ് നോട്ടിൽ 237 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ വി എല്ലിനെ സംബന്ധിച്ച് മധ്യപ്രദേശ് മെട്രോ റെയിലിൽ നിന്നും 543 രൂപയുടെ പുതിയൊരു കരാർ കൂടി ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ മൊത്തം ഒരു ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിലും 65,000 കോടി എന്നുള്ളൊരു മാർക്ക് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു 50% നോക്കുമ്പോഴും റെയിൽവേ പ്രൊജക്ടുകൾ തന്നെയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആർ വി എല്ലിനെ സംബന്ധിച്ച് സർ ഇപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ആർ വി എല്ലിൽ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? നമ്മുടെ കൈവശം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് ആർ ബി എൻ എൽ ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ലിറ്റിൽ ബിറ്റ് ബെയറിഷ്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു സ്ട്രോങ് സിഗ്നൽ, ബൈയിങ് സിഗ്നൽ ലഭിക്കണമെങ്കിൽ 260 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ എൻട്രി ട്രിഗേർഡ് ആകത്തുള്ളൂ. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കുന്നത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആണ്. ഏവിയേഷൻ സ്റ്റോക്സിൽ സാറിന് അത്ര പ്രിയമില്ല എന്നറിയാം. എങ്കിൽ പോലും ഏവിയേഷൻ ഈ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടർ ആയിട്ടുള്ള രാകേഷ് ഗംഗ്വാൽ അവരുടെ സ്റ്റേക്ക് സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. 5.8% ഓഹരികൾ വിറ്റഴിച്ച് 6,600 കോടി രൂപയോളം സമാഹരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓഹരി ഒന്നിന് 2,925 രൂപ റേഞ്ചിലായിരിക്കും സെല്ല് നടത്തുക എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം കഴിഞ്ഞ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് 5%-ലധികം ഒരു ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ഇപ്പോൾ സ്റ്റേക്ക് സെയിൽ നടത്തുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് കൈവശമുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ഇൻഡിഗോ എയർലൈൻസിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് ഇതൊരു സൈഡ് വേസ് ട്രെൻഡാണ് കാഴ്ചവെക്കുന്നത്. 3,300 മുതൽ 3,000 രൂപ, 3,000 to 3,300 ഇതാ ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിട്ട് കാണുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് നമുക്ക് ആ പൊസിഷൻ ക്ലോസ് ചെയ്യാം. ബിക്കോസ് ഇതിലൊരു ലോ റിസ്ക് ആയിട്ട് എനിക്കൊരു ബൈയിങ് അവസരം അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു ഓഹരി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് JM ഫിനാൻഷ്യൽ ആണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു വിപണിയിൽ JM ഫിനാൻഷ്യലിനെ സംബന്ധിച്ച് 2% മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പക്ഷെ JM ഫിനാൻഷ്യലിനെ സംബന്ധിച്ചൊരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് അവർക്ക് ഒരു ഡെപ്റ്റ് ഇഷ്യൂ ലീഡ് മാനേജർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെബിയുടെ ഭാഗത്തു നിന്നും ഒരു വിലക്ക് ഇപ്പോൾ കമ്പനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സെബി വിലക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ JM ഫിനാൻഷ്യലിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നാണ് സാർ എക്സ്പെക്ട് ചെയ്യുന്നത്? JM ഫൈനാൻഷ്യൽ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അറ്റ് ദ മൊമെന്റ് അവോയ്ഡ് ചെയ്യുക. ഒപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കുന്നത് ടോറന്റ് പവറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ടോറന്റ് പവറിനെ സംബന്ധിച്ച് കമ്പനിക്കും ഒരു കരാർ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്നുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. 1,540 കോടി രൂപയുടെ ഒരു കരാർ LOA ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സോ ഈ ടോറന്റ് പവറുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ ടൊറന്റ് പവറിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് അഗൈൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കം മുതൽ ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 1,040 രൂപ മുതൽ 1,230 രൂപ വരെ ട്രേഡിംഗ് റേഞ്ച് കാണുന്നത്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണുന്നില്ല. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഹോൾഡ് ചെയ്യുക. ബട്ട് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ടു ക്ലോസ് ദാറ്റ് പൊസിഷൻ. അപ്പം സൺഫാർമയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് US വിപണിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടുള്ള 55,000 ബോട്ടിൽസ് ഓഫ് ജനറിക് ഡ്രഗിനെ തിരിച്ച് കൊണ്ടുവരേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവരുടെ നോംസ് ഒക്കെ തന്നെ വയലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇത്തരത്തിലൊരു നടപടി അവർക്ക് സ്വീകരിക്കേണ്ടി വന്നത്. സൺഫാർമയെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സൺഫാർമയുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്കിൽ അവസാനമായിട്ട് നമ്മളൊരു നല്ല കറക്ഷൻ കണ്ടത് നവംബർ മാസത്തിലായിരുന്നു. നവംബർ മാസത്തിൽ നമുക്ക് ബോട്ടം തന്നിരിക്കുന്നത് 1088 രൂപയില്ല. അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് 50% നേട്ടം ഈ സ്റ്റോക്കിൽ ലഭിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് കാണുന്നത്. കൈവശം സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ബെറ്റർ ടു ക്ലോസ് ദ ലോങ് പൊസിഷൻ, പുതിയ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് LICയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ ആണ്. LIC കഴിഞ്ഞ ഒരു സെഷനിൽ 1.46% നേട്ടത്തിൽ 1025 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. LICയെ സംബന്ധിച്ച് LICയിൽ നമുക്കിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? LICയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഓൺലി തിങ് ഇസ് കഴിഞ്ഞൊരു 3-4 ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ നടന്നു വരുന്നുണ്ട്. LIC 980 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ബുള്ളിഷ് ട്രിഗർ ഒന്നും തന്നെ വാങ്ങിക്കാനായിട്ട് ലഭിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 1060 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ ജിയോ ഫിനാൻഷ്യലിന്റെ കാര്യം റിലയൻസ് ചോദിച്ച സമയത്ത് വിട്ടുപോയതാണ്. ജിയോ ഫിനെ സംബന്ധിച്ചും കഴിഞ്ഞ ഒരു സെഷനിൽ ഒരു മുന്നേറ്റത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. 333 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ജിയോ ഫിനിൽ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? സോ ജിയോഫിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഓൺലി തിങ് ഇസ് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്നത് 350 രൂപ. ഏതായാലും പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ആദ്യമായിട്ട് അബ്ദുൾ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക് ബജാജ് ഓട്ടോയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ നല്ലൊരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 3% നേട്ടം ഉണ്ടാക്കിയിരുന്നു. 8875 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബജാജ് ഓട്ടോയിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? വളരെ ബുള്ളിഷ് ആയി തുടരുന്നു. കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സ് ആയിട്ട് നല്ല എക്സലന്റ് ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ആ കമ്പനി നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഓൺലി തിങ് ഇസ് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ആൻഡ് നമ്മളൊരു വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കറന്റ് ലെവൽസിൽ നമുക്കൊരു അല്പം പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറണമെങ്കിൽ 8000 രൂപയുടെ താഴെ ക്ലോസ് ചെയ്യണം. വിനു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഉജ്ജീവൻ ഫിൻ സർവീസിലുള്ള സാറിന്റെ വ്യൂ ആണ്. ഉജ്ജീവനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 52 രൂപ റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഉജ്ജീവൻ ഫൈനാൻഷ്യൽ സർവീസസിന് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ അല്പം ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ലെവൽ 510 ആയിരിക്കണം. 510ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക. ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. നജീം എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഫാക്റ്റിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 708 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. FACT ഈ വർഷത്തിന്റെ തുടക്കത്തിലായിരുന്നു നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നൽകിയത് 908 രൂപയിൽ. അതിനുശേഷം സ്റ്റോക്കിൽ വി ആർ സീയിങ് ലിറ്റിൽ ബിറ്റ് സെല്ലിംഗ് പ്രഷർ, ഒരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ കറക്ഷൻ അവസാനിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല അറ്റ് ദ മൊമെന്റ്. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 630 രൂപ. സോ ലെറ്റ് ദ സ്റ്റോക്ക് സെറ്റിൽ ഡൗൺ, ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യട്ടെ. അതിനുശേഷം പുതിയ ലോങ് പൊസിഷൻ വേണോ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. വേറൊരു പ്രേക്ഷകൻ UPL ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 2% നേട്ടത്തിൽ 483 രൂപ 25 പൈസ റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. സോ UPLന്റെ നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 2 ക്വാർട്ടേഴ്സ് ആയിട്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും വളരെ നല്ലതല്ലായിരുന്നു. എങ്കിൽ പോലും ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഐ തിങ്ക് ദർ ഇസ് എ സ്മോൾ ബുള്ളിഷ് സെറ്റപ്പ് ഫോമിംഗ്.
ഇതൊരു വളരെ ഹൈ റിസ്ക് ട്രേഡ് ആയിരിക്കും. സ്റ്റോക്ക് കറണ്ട് ലെവൽസിൽ നിന്നും ഇന്ന് പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 മുതൽ 8% നേട്ടം എക്സ്പെക്ട് ചെയ്യാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ലെവൽസിൽ നിന്നും അടുത്ത മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 520 രൂപയിലാണ്. ജോണി എന്ന പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് യെസ് ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 23.95 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. യെസ് ബാങ്ക് ഈ ഫെബ്രുവരി മാസത്തിന് തുടക്കത്തിലായിരുന്നു ഒരു 52 വീക്ക് ഹൈ നമുക്ക് നൽകിയത്, അറൌണ്ട് 33 റുപ്പീസ്. അതിനുശേഷം നല്ലൊരു കറക്ഷൻ സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 23 രൂപ. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള അവസരം കിട്ടും. സന്തോഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കിർലോസ്കർ ഓയിൽ എൻജിൻസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. ഇപ്പോൾ അത് സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 835 രൂപ 50 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ കിർലോസ്കർ ഓയിൽ എൻജിൻസ് കഴിഞ്ഞൊരു 5-8 സെഷൻസ് ആയിട്ട് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു റിക്കവറി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ റിക്കവറി നടക്കുന്ന സമയത്ത് 920, 960 ആ റേഞ്ചിൽ നമുക്ക് തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ പ്രോഫിറ്റ് ടേക്കിംഗ്. മറ്റൊരു പ്രേക്ഷകൻ ഡിക്സൺ ടെക്നോളജീസിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ 0.39% ഇടിവിൽ 7125 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡിക്സൺ ടെക്നോളജിയുടെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൺലി തിങ് ഇസ് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയിൽ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്സിനെ തുടർന്ന് ഐ തിങ്ക് ദ സ്റ്റോക്ക് ഇസ് റെഡി ഫോർ ഷോർട്ട് ടേം കറക്ഷൻ. സോ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് 7100 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ സിറ്റി യൂണിയൻ ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞൊരു സെഷനിൽ 136 രൂപ 60 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പ് നമുക്ക് കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് വരും സെഷൻസിൽ 143 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. 143യുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 155 രൂപയിലായിരിക്കും. ഒപ്പം അമീർ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NTPC ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 352 രൂപ 20 പൈസ റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. NTPCയുടെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ഓൺലി തിങ് ഇസ് ഒരു അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 340 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ജോസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 868 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഷിപ്പ്യാർഡിൽ നമുക്ക് കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 800 റുപ്പീസ്. ബട്ട് സ്റ്റോക്കിൽ നമുക്കൊരു ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 920 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഒപ്പം വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് LG എക്വിപ്മെന്റിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 696 രൂപയിലാണ് ഈ ഒരു ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്. വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 665 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ഒപ്പം സിബിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.15% നേട്ടത്തിൽ 2864 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്.
ഇതിലായിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ഒരു ബ്രേക്ക് ഔട്ട് നൽകിയിരുന്നു. ആ ഒരു ബ്രേക്ക് ഔട്ടിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദ മൊമെന്റ് ഐ ഡോണ്ട് സീ എനി പ്രോബ്ലം. അടുത്ത ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റോക്കിലെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഈ കറന്റ് ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് 2760, 2780 ആ റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിച്ചാൽ യു ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ഒപ്പം ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജംന ഓട്ടോയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഒരു നേട്ടത്തിൽ 130 രൂപ 30 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ജംന ഓട്ടോ കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒരു ടേൺ റൗണ്ട് നടത്തിയിട്ടുണ്ട്. ദിസ് ഇസ് ഓൾസോ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 115 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 140 രൂപയിലായിരിക്കും.